നമസ്കാരം. സ്വർണത്തിന്റെ വില സർവകാല റെക്കോർഡിൽ തുടരുകയാണ്. ഒരു പവൻ സ്വർണത്തിന്റെ വില 65,840 രൂപയും കടന്ന് മുകളിലേക്ക് പോകുന്ന ലക്ഷണമാണ്. അതായത് ആഗോള മാർക്കറ്റിൽ ഒരു ഔൺസിന് $3000 ക്രോസ് ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ സർവകാല റെക്കോർഡിൽ സ്വർണം എത്തി നിൽക്കുകയാണ്. എന്തായിരിക്കും ഈ വിലവർധനവിന്റെ കാരണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ട്രംപിന്റെ താരിഫ് നയങ്ങൾ തന്നെയാണ്. കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന താരിഫ് നയങ്ങൾ വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചിരുന്നു. ഇതിനു പുറമെ യൂറോപ്പുമായുള്ള ട്രംപിന്റെ ചില പ്രതികാര താരിഫ് അജണ്ടകൾ അതുകൂടെ ആയപ്പോൾ വലിയ രൂപത്തിലുള്ള ആശങ്ക നിക്ഷേപകരിൽ വർദ്ധിച്ചു. മാത്രമല്ല, ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് താൻ പരസ്പര താരിഫ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും കൂടിയായപ്പോൾ സ്വർണ്ണവില വലിയ രൂപത്തിൽ ഉയരുന്നതിലേക്ക് നയിച്ചു. അതായത് ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ മാർക്കറ്റിൽ അനിശ്ചിതത്വം നിലനിർത്തുന്നു. മാർക്കറ്റിൽ അനിശ്ചിതത്വം അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുകയും ഇത്തരം സാഹചര്യങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് മാറുകയും ചെയ്യും. ഇത് സ്വാഭാവികമായിട്ടും സ്വർണ്ണവില ഉയർത്തുന്നതിലേക്ക് നയിക്കും. മാത്രമല്ല, ട്രംപിന്റെ നയങ്ങളിലെ അൺസർട്ടനിറ്റീസ് കാരണം ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റും വീക്കായി തുടരുകയാണ്. ഇതിനെല്ലാം പുറമെ ഫെഡറൽ റിസർവ് ധനനയത്തിൽ ഇളവ് വരുത്തിയേക്കുമെന്ന പ്രതീക്ഷകളും ആഗോള യുദ്ധ സംഘർഷങ്ങളും സ്വർണ്ണവില ഉയർത്തുന്നതിലേക്ക് നയിക്കുന്ന മറ്റു ഘടകങ്ങളാണ്. മാത്രമല്ല, ചൈന ഉൾപ്പെടെയുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും US ഡോളർ മുമ്പുള്ളതിനേക്കാളും താരതമ്യേന ദുർബലമാവുന്നതും വില ഉയരുന്നതിന് ആക്കം കൂട്ടുന്ന മറ്റു ഘടകങ്ങളാണ്. വില വർധനവിലേക്ക് നയിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചെങ്കിലും ട്രംപിന്റെ നയങ്ങളിൽ ഒരു മാറ്റം വരികയാണെങ്കിലോ സ്ഥിരത വരികയാണെങ്കിലോ അതല്ലെങ്കിൽ ഫെഡറൽ റേറ്റ് കുറയ്ക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുകയും റഷ്യ ഉക്രൈൻ പ്രശ്ന പരിഹാരം സംഭവിക്കുകയാണെങ്കിലൊക്കെ സ്വർണ്ണവില താൽക്കാലികമായിട്ടെങ്കിലും താഴേക്കിറങ്ങുകയും ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു. പക്ഷേ താരിഫ് നയങ്ങൾ, വ്യാപാര യുദ്ധങ്ങൾ നിലനിൽക്കുന്നത് സ്വർണ്ണവില ഉയരുന്നതിന് തന്നെയാണ് കൂടുതൽ സാധ്യത നിലനിർത്തുന്നത്. ലോങ് ടേമിലേക്ക് സ്വർണ്ണവില കൂടുതൽ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് കുതിക്കും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.